ഹായ് കൂട്ടുകാരെ, HSA HSST കേട്ടറ്റ് മലയാളത്തിൻ്റെ ചലച്ചിത്ര ലോകം എന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻകാല ചോദ്യപേപ്പർ പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വന്നതായി കാണാൻ സാധിച്ചു. ആയതിനാൽ അതിനനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സഹായകരമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദക്ഷിണേന്ത്യയിലെ ആദ്യ സിനിമ കീചകവധം 1917 പുറത്തിറങ്ങിയത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സിനിമ കീചകവധം. ആദ്യ മലയാള സിനിമ വിഗതകുമാരൻ 1928 പുറത്തിറങ്ങിയത്. ആദ്യ മലയാള സിനിമ വിഗതകുമാരൻ. വിഗതകുമാരൻ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് JC ഡാനിയേൽ. വിഗതകുമാരൻ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് JC ഡാനിയേൽ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേൽ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേൽ. രണ്ടാമത്തെ മലയാള സിനിമ മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തെ മലയാള സിനിമയാണ് 1933 പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ സംവിധായകൻ സുന്ദരരാജൻ. മാർത്താണ്ഡവർമ്മയുടെ സംവിധായകൻ സുന്ദരരാജൻ. സിനിമയാക്കിയ ആദ്യത്തെ സാഹിത്യകൃതി മാർത്താണ്ഡവർമ്മയാണ്. സിനിമയാക്കിയ ആദ്യത്തെ സാഹിത്യകൃതി മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഉദയ 1947 സ്ഥാപിച്ചത് കുഞ്ചാക്കോയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഉദയ 1947 നിർമ്മിച്ചത്. സ്ഥാപകൻ കുഞ്ചാക്കോയാണ്. ആദ്യ സിനിമാശാല ദി ക്യാപിറ്റോൾ തിരുവനന്തപുരം. ആദ്യ സിനിമാശാല ദി ക്യാപിറ്റോൾ തിരുവനന്തപുരം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലനാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലൻ 1937 പുറത്തിറങ്ങിയത്. സംവിധാനം നൊട്ടാണി. സംവിധാനം നൊട്ടാണി. ബാലനിലെ നായിക നായകന്മാർ നായകൻ KK അരൂറാണ്. നായിക കുമരകം കമലമാണ്. ബാലനിലെ നായിക കുമരകം കമലം, നായകൻ KK അരൂർ. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം ജ്ഞാനാംബിക. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം ജ്ഞാനാംബിക. PJ ചെറിയാൻ സംവിധാനം ചെയ്ത നിർമ്മല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് G ശങ്കരക്കുറുപ്പാണ്. PJ ചെറിയാൻ സംവിധാനം ചെയ്ത നിർമ്മല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് G ശങ്കരക്കുറുപ്പാണ്. മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് സിനിമ ന്യൂസ് പേപ്പർ ബോയ് 1955 പുറത്തിറങ്ങിയത്. സംവിധാനം P രാമദാസ്. മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് സിനിമ ന്യൂസ് പേപ്പർ ബോയ് 1955 പുറത്തിറങ്ങി. സംവിധാനം P രാമദാസ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ ചിത്രം സ്വയംവരമാണ്. 1972 പുറത്തിറങ്ങി. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ ചിത്രം സ്വയംവരം 1972. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട് 1961. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. കേരളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. കേരളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യ 70mm ചിത്രം പടയോട്ടമാണ്. മലയാളത്തിലെ ആദ്യ 70mm ചിത്രം പടയോട്ടം. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ്. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ്. അരവിന്ദൻ സംവിധാനം ചെയ്ത പോക്കുവെയിൽ എന്ന സിനിമയിലെ നായകൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അരവിന്ദൻ സംവിധാനം ചെയ്ത പോക്കുവെയിൽ എന്ന സിനിമയിലെ നായകൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഉത്സവപ്പിറ്റേന്ന് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഭരത് ഗോപിയാണ്. ഉത്സവപ്പിറ്റേന്ന് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഭരത് ഗോപി. നെടുമുടി വേണു സംവിധാനം ചെയ്ത സിനിമയാണ് പൂരം. നെടുമുടി വേണു സംവിധാനം ചെയ്ത സിനിമയാണ് പൂരം. 1949 ജർമ്മൻകാരനായ FJ ബേസ് സംവിധാനം ചെയ്ത മലയാള സിനിമ വെള്ളി നക്ഷത്രം. 1949 ജർമ്മൻകാരനായ FJ ബേസ് സംവിധാനം ചെയ്ത മലയാള സിനിമ വെള്ളി നക്ഷത്രം. അഗ്രഹാരത്തിൽ കഴുത എന്ന തമിഴ് സിനിമ സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം. അഗ്രഹാരത്തിൽ കഴുത എന്ന തമിഴ് സിനിമ സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം. മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ജീവിത നൗക. മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ജീവിത നൗക. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ 1983 പുറത്തിറങ്ങിയത്. സംവിധാനം ജിജോ പുന്നൂസ്. സംവിധാനം ജിജോ പുന്നൂസ്. ഫീച്ചർ നോൺ ഫീച്ചർ സിനിമകൾക്കായി ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആര്? ഫെഡറേഷൻ ഓഫ് ഫിലിം
സൊസൈറ്റീസ് ഇന്ത്യ. ഫീച്ചർ, നോൺ ഫീച്ചർ സിനിമകൾക്കായി ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഇന്ത്യ. മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള 2009 ജോൺ എബ്രഹാം പുരസ്കാരം പങ്കിട്ട ചിത്രങ്ങൾ ഭൂമി മലയാളം, ഹരിശ്ചന്ദ്രാസ് ഫാക്ടറി. മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള 2009 ജോൺ എബ്രഹാം പുരസ്കാരം പങ്കിട്ട ചിത്രങ്ങൾ ഭൂമി മലയാളം, ഹരിശ്ചന്ദ്രാസ് ഫാക്ടറി. 2009 സിനിമയിലെ സമഗ്ര സംഭാവനക്കുള്ള ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് കെ. രവീന്ദ്രനാഥൻ നായർ. 2009 സിനിമയിലെ സമഗ്ര സംഭാവനക്കുള്ള ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് കെ. രവീന്ദ്രനാഥൻ നായർ. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ 2009 ജൂലൈയിൽ കമ്മീഷൻഡായ മലയാള ചലച്ചിത്ര താരം മോഹൻലാൽ. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ 2009 ജൂലൈയിൽ കമ്മീഷൻഡായ മലയാള ചലച്ചിത്ര താരം മോഹൻലാൽ. മലയാള സിനിമയ്ക്ക് അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1969 ആദ്യ അവാർഡ് ലഭിക്കുന്നത് കുമാരസംഭവം എന്ന സിനിമക്കാണ്. മലയാള സിനിമയ്ക്ക് അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1969, ആദ്യ അവാർഡ് കുമാരസംഭവം. MT സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ചിത്രം മുറപ്പെണ്ണാണ് 1965. ആ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം MT ആണ് നിർവഹിച്ചത്. MT സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ചിത്രം മുറപ്പെണ്ണ് 1965. കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ചത് MT ആണ്. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ഭാർഗവീ നിലയം. നീലവെളിച്ചം എന്ന സ്വന്തം കഥയെ അടിസ്ഥാനമാക്കിയാണ്. സംവിധാനം A. വിൻസെന്റ്. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ഭാർഗവീ നിലയം. നീലവെളിച്ചം എന്ന സ്വന്തം കഥയെ അടിസ്ഥാനമാക്കിയാണ്. സംവിധാനം A. വിൻസെന്റ്. സിനിമയുടെ ലോകം ആരുടെ കൃതിയാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയുടെ ലോകം എന്നത് ആരുടെ കൃതിയാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഓസ്കാർ അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം ഗുരുവാണ്. ഓസ്കാർ അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം ഗുരു. 1997 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കുട്ടികളുടെ ചലച്ചിത്രമേളയിൽ പ്രത്യേക ബഹുമതി നേടിയ ചിത്രം അഭയം. 1997 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കുട്ടികളുടെ ചലച്ചിത്രമേളയിൽ പ്രത്യേക ബഹുമതി നേടിയ ചിത്രം അഭയം. അന്താരാഷ്ട്ര ശിശുവർഷമായി 1975 UNO പ്രഖ്യാപിച്ചപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ട ചിത്രം കുമ്മാട്ടി. സംവിധാനം അരവിന്ദൻ. അന്താരാഷ്ട്ര ശിശുവർഷമായി 1975 UNO പ്രഖ്യാപിച്ചപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് അരവിന്ദന്റെ കുമ്മാട്ടി. മലയാളത്തിൽ ഒരു വനിത സംവിധാനം ചെയ്ത ആദ്യ സിനിമ നിഴലാട്ടം. നടി ഷീലയാണ്. മലയാളത്തിൽ ഒരു വനിത സംവിധാനം ചെയ്ത ആദ്യ സിനിമ നിഴലാട്ടം. നടി ഷീലയാണ്. ശ്രാദ്ധം എന്ന സിനിമയുടെ സംവിധായകൻ വി രാജകൃഷ്ണനാണ്. ശ്രാദ്ധം എന്ന സിനിമയുടെ സംവിധായകൻ വി രാജകൃഷ്ണൻ. 1995 മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മിനി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് സിനിമാ നടൻ മധുവാണ്. 1995 മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മിനി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് സിനിമാ നടൻ മധുവാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ആദ്യ ചിത്രം ജ്ഞാനാംബിക. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ആദ്യ ചിത്രം ജ്ഞാനാംബിക. പൊൻകുന്നം വർക്കി കഥയും സംഭാഷണവും രചിച്ച ആദ്യ സിനിമ നവലോകം 1951. പൊൻകുന്നം വർക്കി കഥയും സംഭാഷണവും രചിച്ച ആദ്യ സിനിമയാണ് നവലോകം 1951. സത്യൻ ആദ്യമായി അഭിനയിച്ച ചിത്രം ആത്മസഖി 1952. സത്യൻ ആദ്യമായി അഭിനയിച്ച ചിത്രം ആത്മസഖിയാണ് 1952. പ്രേം നസീറിന്റെ ആദ്യ സിനിമ മരുമകളാണ് 1952. പ്രേം നസീറിന്റെ ആദ്യ സിനിമ മരുമകൾ 1952. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രം ചന്ദ്രികയാണ്. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രം ചന്ദ്രിക. കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ KS സേതുമാധവനാണ്. കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ KS സേതുമാധവൻ. 3 വ്യത്യസ്ത സിനിമകൾ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സിനിമയായി അവതരിപ്പിച്ച ആദ്യ മലയാള ചിത്രം ചിത്രമേള. 3 വ്യത്യസ്ത സിനിമകൾ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സിനിമയായി അവതരിപ്പിച്ച ആദ്യ മലയാള ചിത്രം ചിത്രമേള. ഒറ്റ സ്ത്രീ പോലും അഭിനയിക്കാത്ത പ്രശസ്തമായ മലയാള ചിത്രം മതിലുകൾ
അടൂർ സംവിധാനം ചെയ്തതാണ്. ഒറ്റ സ്ത്രീ പോലും അഭിനയിക്കാത്ത പ്രശസ്തമായ മലയാള ചിത്രം അടൂർ സംവിധാനം ചെയ്ത മതിലുകൾ. 24 മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച മലയാള സിനിമയാണ് ഭഗവാൻ. 24 മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച മലയാള സിനിമയാണ് ഭഗവാൻ. ശബ്ദ മിശ്രണത്തിന് ഓസ്കാർ അവാർഡ് നേടിയ മലയാളി റസൂൽ പൂക്കുട്ടിയാണ്. ചിത്രം സ്ലം ഡോഗ് മില്യനെയർ. ശബ്ദ മിശ്രണത്തിന് ഓസ്കാർ അവാർഡ് നേടിയ മലയാളി റസൂൽ പൂക്കുറ്റി. ചിത്രം സ്ലം ഡോഗ് മില്യനെയർ. യാത്രയെ അവലംബിച്ച് 10 സംവിധായകരുടെ 10 ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2009 പുറത്തിറങ്ങിയ സിനിമ കേരള കഫേ. സംവിധാനം രഞ്ജിത്താണ്. യാത്രയെ അവലംബിച്ച് 10 സംവിധായകരുടെ 10 ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2009 പുറത്തിറങ്ങിയ സിനിമയാണ് കേരള കഫേ. സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്താണ്. മലയാളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാരും അഭിനയിച്ച മലയാള ചിത്രം 2020 2008 പുറത്തിറങ്ങിയത്. മലയാളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാരും അഭിനയിച്ച മലയാള ചിത്രം 2020 2008. 2003 ഇന്ത്യൻ പനോരമയിൽ ഇടം നേടിയ സഫലം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അശോക് ആർ നാഥാണ്. 2003 ഇന്ത്യൻ പനോരമയിൽ ഇടം നേടിയ സഫലം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അശോക് ആർ നാഥാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഭവം എന്ന സിനിമയുടെ സംവിധായകൻ സതീഷ് മേനോനാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഭവം എന്ന സിനിമയുടെ സംവിധായകൻ സതീഷ് മേനോൻ. കാൻ ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത അരിമ്പാറ എന്ന സിനിമയുടെ സംവിധായകൻ മുരളി മേനോനാണ്. കാൻ ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത അരിമ്പാറ എന്ന സിനിമയുടെ സംവിധായകൻ മുരളി മേനോൻ. 2003 നവോദയയിൽ നിന്ന് പുറത്തുവന്ന 3D ചിത്രമാണ് മാജിക്. 2003 നവോദയയിൽ നിന്ന് പുറത്തുവന്ന 3D ചിത്രമാണ് മാജിക്. 2003 ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ പട്ടം നേടിയ മലയാള സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. 2003 ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ പട്ടം നേടിയ മലയാള സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. ബിയോണ്ട് ദ സോൾ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ മലയാളി രാജീവ് അഞ്ചലാണ്. ബിയോണ്ട് ദ സോൾ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ മലയാളി രാജീവ് അഞ്ചലാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത സിനിമ നിഴൽക്കൂത്താണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണ മേനോന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത സിനിമ നിഴൽക്കൂത്താണ്. ഗുജറാത്ത് കലാപത്തിന് ഇരയായി മാറിയ പെൺകുട്ടിയുടെ കഥ പറയുന്ന വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമ സംവിധാനം ചെയ്തത് TV ചന്ദ്രനാണ്. തിരക്കഥ എഴുതിയത് ആര്യാടൻ ഷൗക്കത്ത്. ഗുജറാത്ത് കലാപത്തിന് ഇരയായി മാറിയ പെൺകുട്ടിയുടെ കഥ പറയുന്ന വിലാപങ്ങൾക്കപ്പുറം സംവിധാനം ചെയ്തത് TV ചന്ദ്രനാണ്. തിരക്കഥ ആര്യാടൻ ഷൗക്കത്ത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി അതേ പേരിൽ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. തിരക്കഥ MT ആണ്. 2009 പുറത്തിറങ്ങിയത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി അതേ പേരിൽ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. തിരക്കഥ MT. 2009 സിനിമ പുറത്തിറങ്ങിയത്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ സിനിമയാക്കിയത് രഞ്ജിത്താണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവൽ സിനിമയാക്കിയത് രഞ്ജിത്താണ്. പഴശ്ശിരാജ സിനിമയിൽ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ തമിഴ് നടൻ ശരത് കുമാറാണ്. പഴശ്ശിരാജ സിനിമയിൽ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ തമിഴ് നടൻ ശരത് കുമാറാണ്. ജയരാജ് ആദ്യമായി തിരക്കഥ എഴുതിയ സിനിമ ലൗഡ് സ്പീക്കറാണ്. ജയരാജ് ആദ്യമായി തിരക്കഥ എഴുതിയ സിനിമ ലൗഡ് സ്പീക്കറാണ്. അമ്മ അറിയാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം. അമ്മ അറിയാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം. ആദ്യത്തെ DTS സിനിമ. മലയാളത്തിലെ ആദ്യത്തെ DTS സിനിമ കാലാപാനിയാണ്. 1996 പുറത്തിറങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ DTS സിനിമ കാലാപാനി 1996. ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ 2006. ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ 2006. ആദ്യത്തെ കാർട്ടൂൺ സിനിമ ഓ ഫാബി 1993. ആദ്യത്തെ കാർട്ടൂൺ സിനിമ ഓ ഫാബി 1993. ആദ്യത്തെ സ്റ്റീരിയോഫോണിക് ചിത്രം മില്ലേനിയം സ്റ്റാർസ് 2000. ആദ്യത്തെ സ്റ്റീരിയോഫോണിക് ചിത്രം മില്ലേനിയം സ്റ്റാർസ് 2000. ആദ്യത്തെ സ്പോൺസേഡ് സിനിമ മകൾക്ക്. ആദ്യത്തെ സ്പോൺസേഡ് സിനിമ മകൾക്ക്. ആദ്യമായി JC ഡാനിയൽ ബഹുമതി നേടിയത് T വാസുദേവൻ 1992. ആദ്യമായി JC ഡാനിയൽ ബഹുമതി നേടിയത് T വാസുദേവൻ 1992. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ സിനിമ
പിറവിയാണ്. സംവിധാനം ഷാജി എൻ കരുൺ. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ സിനിമ പിറവി, സംവിധാനം ഷാജി എൻ കരുൺ. മലയാള സിനിമയുടെ ഗതി മാറ്റിമറിച്ച നീലക്കുയിൽ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് ഉറൂബാണ്. സംവിധാനം പി ഭാസ്കരനും രാമു കാര്യാട്ടും. 1954 പുറത്തിറങ്ങിയ മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച നീലക്കുയിൽ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് ഉറൂബാണ്. സംവിധാനം പി ഭാസ്കരനും രാമു കാര്യാട്ടും. ഓളവും തീരവും എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എൻ മേനോനാണ്. 1970. ഓളവും തീരവും എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എൻ മേനോൻ. 1970. രാമായണ കഥയെ അടിസ്ഥാനമാക്കി അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ് കാഞ്ചന സീത. രാമായണ കഥയെ അടിസ്ഥാനമാക്കി അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ് കാഞ്ചന സീത. അടൂർ ഭാസി നായകനായ ജോൺ എബ്രഹാമിന്റെ സിനിമ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ. അടൂർ ഭാസി നായകനായ ജോൺ എബ്രഹാമിന്റെ സിനിമയാണ് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ. ആദ്യമായി ഭരത് അവാർഡ് നേടിയ മലയാള നടൻ പി ജെ ആന്റണിയാണ്. ആദ്യമായി ഭരത് അവാർഡ് നേടിയ മലയാള നടൻ പി ജെ ആന്റണി. സിനിമ നിർമാല്യം. ഗോപി എന്ന നടന് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൊടിയേറ്റം. 1977 സംവിധാനം അടൂർ. ഗോപി എന്ന നടന് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് കൊടിയേറ്റം. 1977 പുറത്തിറങ്ങിയത്. സംവിധാനം അടൂരാണ്. ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ. 2006 പുറത്തിറങ്ങിയത്. ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ 2006 പുറത്തിറങ്ങിയത്. ആദ്യത്തെ സ്പോൺസേഡ് സിനിമ മകൾക്ക്. ആദ്യത്തെ സ്പോൺസേഡ് സിനിമ മകൾക്ക്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച സംവിധായകനായത് ജി അരവിന്ദനാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച സംവിധായകനായത് ജി അരവിന്ദൻ. ബഷീറിനെ കുറിച്ചുള്ള ബഷീർ ദ മാൻ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് എം എ റഹ്മാൻ. ബഷീറിനെ കുറിച്ചുള്ള ബഷീർ ദ മാൻ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് എം എ റഹ്മാൻ. ആദ്യമായി ഭരത് അവാർഡ് നേടിയ മലയാള നടൻ പി ജെ ആന്റണിയാണ്. സിനിമ നിർമാല്യം. ആദ്യമായി ഭരത് അവാർഡ് നേടിയ മലയാള നടൻ പി ജെ ആന്റണി. സിനിമ നിർമാല്യം. സിനിമ കണക്കും കവിതയും എന്ന കൃതി ആരുടേതാണ്? ശ്രീകുമാരൻ തമ്പി. സിനിമ കണക്കും കവിതയും എന്ന കൃതി ആരുടേതാണ്? ശ്രീകുമാരൻ തമ്പി. ഗോവൻ ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ലാമ്പ് ട്രീ കരസ്ഥമാക്കിയ കേൾക്കുന്നുണ്ടോ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. 2009. ഗോവൻ ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ലാമ്പ് ട്രീ കരസ്ഥമാക്കിയ കേൾക്കുന്നുണ്ടോ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. 2009. കെ പി രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ അതേ പേരിൽ സിനിമയാക്കിയത് പ്രിയനന്ദനൻ ആണ്. 2009. കെ പി രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ അതേ പേരിൽ സിനിമയാക്കിയത് പ്രിയനന്ദനാണ്. 2009. IFFAയിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേശു. IFFAയിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേശു. സംവിധാനം നിർവഹിച്ചത് ശിവനാണ്. ഫിലിം ടെക്നിക്ക് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് M വർക്കിയാണ്. ഫിലിം ടെക്നിക്ക് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് M വർക്കിയാണ്. MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമ നിർമാല്യം. MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം. വിധേയൻ എന്ന സിനിമയ്ക്ക് ആധാരമായ സക്കറിയയുടെ കൃതി ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും. വിധേയൻ എന്ന സിനിമയ്ക്ക് ആധാരമായ സക്കറിയയുടെ കൃതി ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ സിനിമ കബനി നദി ചുവന്നപ്പോൾ. സംവിധാനം PA ബക്കറാണ്. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ സിനിമ കബനി നദി ചുവന്നപ്പോൾ. സംവിധാനം PA ബക്കറാണ്. മലയാളത്തിൽ ഒരു കവിത അതേ പേരിൽ ആദ്യമായി സിനിമയായത് ചങ്ങമ്പുഴയുടെ രമണനാണ്. മലയാളത്തിൽ ഒരു കവിത അതേ പേരിൽ ആദ്യമായി സിനിമയായത് ചങ്ങമ്പുഴയുടെ രമണൻ. 2004 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. കുമാരനാശാന്റെ കരുണ ചലച്ചിത്രമാക്കിയത് തങ്കപ്പനാണ്. കുമാരനാശാന്റെ കരുണ ചലച്ചിത്രമാക്കിയത് തങ്കപ്പൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം ഷാജി എൻ കരുണിൻ്റെ സ്വം ആണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്രം ഷാജി എൻ കരുണിൻ്റെ സ്വം ആണ്. നീലക്കുയിലിൻ്റെ തിരക്കഥ രചിച്ച സാഹിത്യകാരൻ ഉറൂബാണ്. നീലക്കുയിൽ എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയ സാഹിത്യകാരൻ ഉറൂബാണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ
രണ്ടാം തവണ ലഭിച്ച മലയാള ചിത്രം നിർമാല്യമാണ്. ഒന്നാം തവണ ചെമ്മീനാണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ രണ്ടാം തവണ ലഭിച്ച മലയാള ചിത്രം നിർമാല്യം. 1973 സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് MT ആണ്. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി SL പുരം സദാനന്ദനാണ്. 1967 ചിത്രം അഗ്നിപുത്രിയാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി SL പുരം സദാനന്ദൻ. 1967 ചിത്രം അഗ്നിപുത്രി. ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയ മലയാളി വയലാറാണ്. 1972 ചിത്രം അച്ഛനും ബാപ്പയും. ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയ മലയാളി വയലാർ. 1972 ചിത്രം അച്ഛനും ബാപ്പയും. തമ്പ് എന്ന ചിത്രത്തിലെ ഛായാഗ്രഹണത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ഷാജി N കരുണിനാണ്. 1978 തമ്പ് എന്ന ചിത്രത്തിലെ ഛായാഗ്രഹണത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ഷാജി N കരുണാണ്. 1978 യേശുദാസിന് ആദ്യമായി മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ചിത്രം അച്ഛനും ബാപ്പയും. 1972 യേശുദാസിന് ആദ്യമായി മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ചിത്രം അച്ഛനും ബാപ്പയും. 1972 യേശുദാസിന് ആദ്യമായി മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത മറുഭാഷാ ചിത്രങ്ങളാണ് ഹിന്ദിയിലെ ചിത് ചോർ 1976 തെലുങ്കിലെ മേഘസന്ദേശം 1981. യേശുദാസിന് ആദ്യമായി മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത മറുഭാഷാ ചിത്രങ്ങളാണ് ഹിന്ദിയിലെ ചിത് ചോർ 1976, തെലുങ്കിലെ മേഘസന്ദേശം 1981. മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ജെസി ഡാനിയേൽ പുരസ്കാരം. മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ജെസി ഡാനിയേൽ പുരസ്കാരം. വിഗതകുമാരനിലെ നായികയായ റോസിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി വിനു എബ്രഹാം രചിച്ച നോവൽ നഷ്ടനായിക. വിഗതകുമാരനിലെ നായികയായ റോസിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി വിനു എബ്രഹാം രചിച്ച നോവലാണ് നഷ്ടനായിക. മാധ്യമ വിദഗ്ധനായ ശശികുമാറിൻ്റെ കായാതരൻ എന്ന ചിത്രം ഏത് കഥയെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയത്? NS മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന നോവലിനെ. മാധ്യമ വിദഗ്ധനായ ശശികുമാറിൻ്റെ കായാതരൻ എന്ന ചിത്രം ഏത് കഥയെ ആസ്പദമാക്കിയാണ്? NS മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ. ചാപ്പ ആരുടെ സിനിമയാണ്? PA ബക്കർ. ചാപ്പ ആരുടെ സിനിമയാണ്? PA ബക്കർ. വയലാറും ദേവരാജനും ഒരുമിച്ച ആദ്യ ചിത്രമാണ് ചതുരംഗം. വയലാറും ദേവരാജനും ഒരുമിച്ച ആദ്യ ചിത്രം ചതുരംഗം. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള സിനിമ എലിപ്പത്തായം. അടൂരാണ് സംവിധാനം നിർവഹിച്ചത്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള സിനിമ എലിപ്പത്തായം. വാസ്തുഹാര എന്ന സിനിമയുടെ കഥ ആരുടേതാണ്? CV ശ്രീരാമൻ. വാസ്തുഹാര എന്ന സിനിമയുടെ കഥ CV ശ്രീരാമൻ്റേതാണ്. പശ്ചാത്തല സംഗീതം പൂർണ്ണമായി ഒഴിവാക്കി നിർമ്മിച്ച മലയാള സിനിമ കൊടിയേറ്റം. അടൂരാണ് സംവിധാനം നിർവഹിച്ചത്. പശ്ചാത്തല സംഗീതം പൂർണ്ണമായി ഒഴിവാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് കൊടിയേറ്റം. അറ്റ്ലാന്റയിൽ നടന്ന 100 വർഷത്തെ ലോക സിനിമാ പ്രദർശനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് എലിപ്പത്തായം. അറ്റ്ലാന്റയിൽ നടന്ന 100 വർഷത്തെ ലോക സിനിമാ പ്രദർശനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് എലിപ്പത്തായം. ബ്ലസ്സിയുടെ തന്മാത്ര എന്ന സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ പത്മരാജൻ്റെ ഓർമ്മ എന്ന ചെറുകഥയാണ്. ബ്ലസ്സിയുടെ തന്മാത്രയ്ക്ക് ആധാരമായ ചെറുകഥ പത്മരാജൻ്റെ ഓർമ്മ. 2020 ഓസ്കാർ നോമിനേഷൻ ലഭിച്ച മലയാള ചിത്രമാണ് ജല്ലിക്കെട്ട്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2020 ഓസ്കാർ നോമിനേഷൻ ലഭിച്ച മലയാള ചിത്രമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം നിർവഹിച്ച ജല്ലിക്കെട്ട് എന്ന സിനിമ. 2016 മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് സിനിമ മുതൽ സിനിമ വരെ ചലച്ചിത്ര സംസ്കാര പഠനങ്ങൾ. അജു K നാരായണൻ, ചെറി ജേക്കബ് K. 2016 മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് സിനിമ മുതൽ സിനിമ വരെ ചലച്ചിത്ര സംസ്കാര പഠനങ്ങൾ. അജു K നാരായണൻ, ചെറി ജേക്കബ് K എന്നിവർക്കാണ്. സുഹൃത്തുക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി വരാം.